6. Find a compound interest on rupees 11,000 in 2 years at 4% in per annum interest compounded yearly. ഓക്കെ, ഇവിടെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് വഴിയാണ് ചെയ്യുന്നത്. ഇത് നോർമൽ മെത്തേഡ് വഴിയാണെങ്കിൽ നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പി ഇൻറ്റു 1+r/100 ഓൾ റൈസ് ടു ടി മൈനസ് പി, അതായത് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് പ്രിൻസിപ്പൾ മൈനസ് ചെയ്തിട്ടാണ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ അതിന് പകരം നമ്മൾ ഇൻട്രസ്റ്റിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. സോ ഇവിടെ നമുക്ക് പ്രിൻസിപ്പൽ പി തന്നിട്ടുണ്ട് 11,000, അതുപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 4%. ഇപ്പോൾ 4% നമുക്ക് മാറ്റി എഴുതാം. 4/100 ആണ്, 1/25 ആണ്. ടൈം തന്നിട്ടുണ്ട് 2 years. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 1/25 ആണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. സോ ഇവിടെ 25 + 1 26. സോ 25 ഇവിടെ എഴുതുക, ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ 26 എഴുതുക. ഇപ്പോൾ 2 വർഷത്തേക്ക് ആയതുകൊണ്ട് വീണ്ടും 25 എഴുതുക, ഒരു 26 ഇവിടെ എഴുതുക. ഇനി 25നെ ഈ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് 625 യൂണിറ്റ് കിട്ടും. അതുപോലെ തന്നെ 26 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 676 യൂണിറ്റ് കിട്ടും ഇതിന്റെ സ്ക്വയർ. ഓക്കെ, ഇനി ഇതിൽ ഈ സ്ക്വയർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 625 യൂണിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 51 യൂണിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ആസ് പെർ ക്വസ്റ്റ്യൻ നമുക്കറിയാം 625 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 11,000 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഇതിൽ 625 യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രിൻസിപ്പൾ ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് പ്രിൻസിപ്പൾ 11,000. സോ 625 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 11,000 ആണ്. സോ ഇതിൽ നിന്നും നമുക്ക് ഒരു യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 11,000 ഡിവൈഡഡ് ബൈ 625 ആയിരിക്കും. ഇനി 676 625 മൈനസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന 51 യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, സോ 51 യൂണിറ്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ 51 യൂണിറ്റ് ആയിരിക്കും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 51 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 11,000 ഡിവൈഡഡ് ബൈ 625. ഒരു യൂണിറ്റ് ഇൻറ്റു 51 ഈസ് ഈക്വൽ ടു 897.60. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. സോ ഒരിക്കൽ കൂടി നോക്കുക, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ മാറ്റി എഴുതുക 1/25, 4%. സോ ഇവിടെ 25 ഉണ്ട്, 25 + 1 26. സോ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് മാറ്റി എഴുതുക. ടൈം 2 years ആണ്. അപ്പൊ വീണ്ടും ഒരു 25 ഒരു 26 എഴുതുക. 25ന്റെ സ്ക്വയർ 625 യൂണിറ്റ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ പി. 26ന്റെ സ്ക്വയർ 676 യൂണിറ്റ്. ഇനി ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, 676ന്റെയും 625 തമ്മിലുള്ള ഡിഫറൻസ് 51 യൂണിറ്റ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, സോ ഇതാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 7. The compound interest paid when a sum of rupees 20,000 is invested for 1 year and 4 months at a 7.5% compound interest per annum compounded annually is. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്ത സെയിം ഷോർട്ട് കട്ട് മെത്തേഡാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇവിടെ 20,000 എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് 1 year and 4 monthsലേക്ക്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.5% ആണ്. സോ ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 7.5%. അപ്പോൾ റേറ്റ് ഫോർ 1 year എത്രയായിരിക്കും? 7 × 2/1, അതായത് 15/2 × 1/100 ആണ്. അതായത് 3/40 ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ 1 year. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ 4 months അപ്പോൾ എത്രയായിരിക്കും? 1 yearന് 3/40 ആണെങ്കിൽ 4 monthsന് എത്രയായിരിക്കും? ഡിവൈഡഡ് ബൈ 4 ചെയ്യാം, ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. കാരണം 3 പ്രാവശ്യം 4 months കൂട്ടിയാലാണ് നമുക്ക് ഒരു 1 year കിട്ടുന്നത്. സോ ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. സോ 1/40. സോ ഇവിടെ ഫോർ 1 year 3/40 ആണ്, ഫോർ 4 months 1/40 ആണ്. സോ ഇവിടെ 40, ഇവിടെ 3, 40 + 3 43. ഇവിടെ 41, 40 + 1 41. സോ അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ എഴുതാം? ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റത്തെ കേസിൽ ഫോർ 1 year 40 + 3 43. സെക്കൻഡ് 4 മാസത്തേക്ക് 40 and 41 ആണുള്ളത്. ഇനി 40ന്റെ സ്ക്വയർ 1,600. 43 × 41 1,763. നമുക്കറിയാം പ്രിൻസിപ്പൽ 20,000 ആണ്. സോ ഇവിടെ 1,600 നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 20,000 എന്ന് പറയുന്ന പ്രിൻസിപ്പളിനെയാണ്. സോ 1 യൂണിറ്റ് വിൽ ബി ഈക്വൽ ടു 12.5. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 1,763 1,600 തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ ആ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 163 ആണ്. സോ 163 യൂണിറ്റ് എത്രയാണെന്നാണ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സോ 163 യൂണിറ്റ് വിൽ ബി ഈക്വൽ ടു 163 × ഒരു യൂണിറ്റ് ആയ 12.5. സോ ഈക്വൽ ടു 2,037.5. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, സോ ഇവിടെയാണ് എക്സാക്ട് ട്വിസ്റ്റ്, ഇവിടെയാണ് നടക്കുന്നത്. സോ 1 year and 4 months ആണ്. സോ ഫസ്റ്റ് 1 yearലേക്കുള്ളത് എന്ന് പറഞ്ഞാൽ 3/40 ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ അതിനെ നമ്മൾ 40 and 43 ആയിട്ട് മാറ്റി എഴുതി. നെക്സ്റ്റ് 4 monthsലേക്ക് 1/40 ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ അതിനെ നമ്മൾ 40 and 41 ആയിട്ട് മാറ്റി എഴുതി. പിന്നീട് അതിന്റെ പ്രൊഡക്റ്റ് കണ്ടു. സോ 1,600 and 1,763 കിട്ടി. സോ 1,600 ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആസ് പെർ അവർ ഷോർട്ട് കട്ട് മെത്തേഡ് പ്രിൻസിപ്പളിനെയാണ്, അതായത് 20,000നെയാണ്. അവിടെ നിന്ന് നമ്മൾ ഒരു യൂണിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ,
ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8. വാട്ട് വിൽ ബി ദ ഇൻട്രസ്റ്റ് ഓൺ എമൗണ്ട് ഓഫ് ₹25,000 കോമ്പൗണ്ടഡ് ആനുവലി അറ്റ് ദ റേറ്റ് ഓഫ് 4%, 5% ആൻഡ് 6% പെർ ആനം ഫോർ ദ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ഇയർ റെസ്പെക്റ്റീവ്ലി? സോ ഇവിടെ നമുക്ക് 3 വർഷത്തേക്കുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിഫറെൻ്റ് ആണ്. 4%, 5% ആൻഡ് 6% ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ഫോർമുല ആയിട്ടുള്ള എമൗണ്ട് ഈസ് ഈക്വൽ ടു P × 1 + R/100 ഓൾ റൈസ്ഡ് ടു N എന്നതിന് പകരം amount is equal to principal into 1 plus R1/100 into 1 plus R2/100 into 1 plus R3/100 etc. 1 plus R1/100 ആയിട്ട് മാറും. സോ ഇവിടെ R1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, R2 സെക്കൻഡ് ഇയറിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അങ്ങനെ മാറും. സോ അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു 25,000 ഇൻറ്റു 1 പ്ലസ് 4/100 ഇൻറ്റു 1 പ്ലസ് 5/100 ഇൻറ്റു 1 പ്ലസ് 6/100. 25,000 into 104/100 into 105/100 into 106/100. So total amount after 3 years will be 28,938 and compound interest will be equal to amount minus principal. Amount is 28,938 minus 25,000 principal. Okay, so compound interest for 3 years will be equal to ₹3,938. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് ₹7,500 ഫോർ 2 years അറ്റ് 4% പെർ ആനം ഈസ്. നമുക്ക് 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 4% പെർ ആനം ആണ്. പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ₹7,500 ആണ്. സോ ഇവിടെ നമുക്ക് ഒരുപാട് മെത്തേഡ് ഉണ്ട്. വേണമെങ്കിൽ ബേസിക് ഇക്വേഷൻ ആയിട്ടുള്ള എമൗണ്ട് ഈസ് ഈക്വൽ ടു P × 1 + R/100 ഓൾ റൈസ്ഡ് ടു N അതെന്ന് പ്രിൻസിപ്പിൾ മൈനസ് ചെയ്തിട്ട് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് പറഞ്ഞു തന്നായിരുന്നു. 4%നെ നമുക്ക് 1/25 എന്ന് മാറ്റി എഴുതി 25, 26 2 ഇയറിലേക്ക് ആയതുകൊണ്ട് 25, 26, 25, 26 അങ്ങനെ എഴുതി കണ്ടുപിടിക്കാം. ഇനി അതും അല്ലെങ്കിൽ ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സെയിം ആയതുകൊണ്ട് സക്സസീവ് റേറ്റ് അത് കണ്ടുപിടിക്കാം. അതായത് ദ റിക്വയർഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ 2 years അറ്റ് 4% പെർ ആനം എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 2 വർഷത്തേക്ക് 4% തന്നെ ആയതുകൊണ്ട് ഇതിനെ സക്സസീവ് ആയിട്ട് 4 + 4 + 4 × 4/100 ഈസ് ഈക്വൽ ടു 8.16% ആയിരിക്കും 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സോ അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? എമൗണ്ട് ഇൻറ്റു സക്സസീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. ഇതാണ് വേറൊരു മെത്തേഡ്. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വിൽ ബി ഈക്വൽ ടു എമൗണ്ട് പ്രിൻസിപ്പൽ 7,500 ഇൻറ്റു 8.16 ഡിവൈഡഡ് ബൈ 100. എമൗണ്ട് വിൽ ബി ഈക്വൽ ടു ₹612. ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ.